എടാ ടിൻഡു, ദാ വരുന്നത് ആരാന്നറിയാമോ? നമ്മുടെ പുതിയ PT സാറാ. എഴുന്നേറ്റ് നിക്കടാ. അതൊന്നും വേണ്ടടാ, പിന്നെ നമുക്കൊരു വേലയും ഉണ്ടാവില്ല. എഴുന്നേൽക്കടാ എഴുന്നേൽക്കടാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. എന്താ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നത്? ഏയ്, ഞങ്ങള് ചുമ്മാ പെൺകുട്ടികളെ നോക്കി. പെൺകുട്ടികളെ നോക്കി ഇരിക്കുകയാണെന്നോ? അല്ല, ആരെങ്കിലും പെൺകുട്ടികളെ നോക്കി നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയായിരുന്നു. നമ്മൾ വേണ്ടേ സാറേ അതൊക്കെ ശ്രദ്ധിക്കാൻ? അറിഞ്ഞിടത്തോളം നീ ആള് മഹാപിശക. നിനക്കൊന്നും വ്യായാമമില്ലെന്ന് എനിക്കറിയാം. നീ ഓടാറുണ്ടോടാ? ദിവസം രാവിലെ വൈകിട്ടും ഓടും. അത് കൊള്ളാലോ. എത്ര സമയം ഓടും? അത് കേശവൻ നായരുടെ പട്ടി തീരുമാനിക്കുന്നത് പോലെ ഇരിക്കും. സ്കൂളിൽ വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ആ വൃത്തികെട്ട പട്ടി എന്റെ പിന്നാലെ കുറച്ചു നേരം ഓടും. എടാ, ഞാൻ ആരാണെന്നറിയാമോ? പഠിക്കുന്ന കാലത്ത് ഫുട്ബോൾ ക്യാപ്റ്റൻ ആയിരുന്നു ഞാൻ. പിന്നെ ബാഡ്മിന്റൺ താരവുമായിരുന്നു. ബാഡ്മിന്റൺ നല്ല കളിയാ, എനിക്ക് ഒത്തിരി ഇഷ്ടമാ. വെരി ഗുഡ്. ബാഡ്മിന്റനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. എന്ത് സംശയവും. എനിക്കൊരു സംശയമുണ്ട്. അത് സാറേ, ഈ ബാഡ്മിന്റൺ കളിക്കുന്ന ബാറ്റില്ലേ, അതിന് എത്ര ഓട്ടകളുണ്ട്? ചിക്കു ചിക്കു, എടാ അനിയാ. എന്താ ചിഞ്ചു ചേട്ടാ? ചിഞ്ചു അല്ലടാ പൊട്ട, ടിൻഡു. പറ ടിൻഡു. ടിൻഡു ടിൻഡു ഇങ്കു. നീ എന്തേലും വിളിക്കി. വാ, പ്രാക്ടീസ് തുടങ്ങാം. ഞാൻ ഓരോ ചാക്കും നിന്റെ മുതുകത്ത് വെച്ച് തരും. നീ ഓരോന്നും ചുമന്ന് നമ്മുടെ മതിലിനടുത്ത് കൊണ്ടുപോയി ഇടണം. എനിക്ക് പറ്റൂല, എനിക്ക് നടുവേദനിക്കും. നിന്ന് മോങ്ങാതെടാ, പറയുന്നത് അനുസരിക്ക്. തല്ലിപ്പൊറ ഞാൻ പൊളിക്കും. എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞില്ലേ? നീ എന്താടാ ഈ ചാക്ക് നിന്റെ അനിയന്റെ പുറത്ത് കയറ്റി വെക്കാൻ പോവുകയാണോ? നാടെങ്ങും കൊച്ചു കുട്ടികളോടുള്ള ക്രൂരത നീ കാണുന്നില്ലേ? നീയും തുടങ്ങുകയാണോ? ക്രൂരതയോ? നല്ല കാര്യായി പോയി എന്റെ റപ്പായി ചേട്ടാ. അടുത്ത കൊല്ലം LKGയിൽ ചേർക്കേണ്ട പയ്യനാ. ഇപ്പോഴേ ശീലിച്ചില്ലെങ്കിലേ ഇവന്റെ ബാഗും പുസ്തകവും ഞാൻ ചുമക്കേണ്ടി വരും. അല്ല, നമ്മുടെ മോൻ എവിടെ? അവനെന്താ ചായ വേണ്ടേ? പാവം, നല്ല പഠിത്തത്തിലായിരിക്കും. അവൻ നല്ല ഉറക്കമാവാനാ സാധ്യത. പഠിക്കുകയാണെങ്കിൽ ടിവിയുടെ ശബ്ദം കേട്ടേനെ. ടിൻഡു ടിൻഡു, എടാ നിനക്ക് ചായയും പലഹാരമൊന്നും വേണ്ടേ? ഇറങ്ങി വാ. പലഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും എത്ര പെട്ടെന്നാ എത്തിയത്. മറ്റു വല്ല കാര്യത്തിനായിരുന്നെങ്കിൽ അരമണിക്കൂർ കഴിയും താഴെ ഇറങ്ങാൻ. അച്ഛാ, നമ്മുടെ ബെഡ്റൂമിലെ എലിയുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ബഹളം കേക്കാം. എലിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. എടാ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? അതിപ്പോ പറയണ്ടായിരുന്നു. ഒരു എലിക്ക് എത്ര ആയുസുണ്ട്? അത് തീരുമാനിക്കുന്നത് ഞാനല്ലല്ലോ, പൂച്ചയല്ലേ. നല്ല ഉഗ്രൻ മറുപടി. അച്ഛനും കൊള്ളാം, മോനും കൊള്ളാം. അതെ, 2 പേരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം. ആദ്യം അനുസരിക്കുന്ന ആൾക്ക് 3 ഗ്ലാസ് പായസം തരും. നിങ്ങളിൽ ആരാ എത്രയും പെട്ടെന്ന് ഒരു എലിപ്പെട്ടി വാങ്ങിക്കൊണ്ടുവരിക? അമ്മ, എന്ത് പായസമാ? പാൽപായസമാണോ? അതെ, നല്ല അസലും പാൽപായസ, അതും 3 ഗ്ലാസ്. എന്റെ അച്ഛാ, കോളടിച്ചല്ലോ. കുടിച്ചോ കുടിച്ചോ. 3 ഗ്ലാസ് പായസവും മടമടാന്ന് വിഴുങ്ങിക്കോ. അച്ഛന്റെ ടൈം ബെസ്റ്റ് ടൈം. നിങ്ങൾ കേട്ടില്ലേ? ടിൻഡുവിന് ഇനി ക്ലാസ് പോണ്ടത്രേ. അല്ല, അതെന്ത് പറ്റി? അവന് ജോലിക്ക് പോണം പോലും. UKG പഠിക്കുന്ന അവന് ജോലിയോ? അല്ല, അതെന്താ അവൻ അങ്ങനെ തോന്നാൻ? ചേട്ടാ, അവൻ ഇന്നലെ ഞാനേ പുരാണത്തിലൊരു കഥ പറഞ്ഞു കൊടുത്തിരുന്നു. അതും സ്കൂളിൽ പോകും തമ്മിൽ എന്താ ബന്ധം? അതിലൊരു മുനികുമാരന്റെ കഥയുണ്ടായിരുന്നു. അത് കേട്ടതും അവൻ പറയാ അവൻ ആ മുനികുമാരനെ പോലെ ആകണമെന്ന്. ഓരോരോ തല്ലിപ്പൊളി കഥയായിട്ട് ഇറങ്ങിക്കോളും. എടീ, ഇത് ഉപനിഷത്തിലെ ഒരു കഥയാ. നചികേസ് എന്നൊരു മുനികുമാരന്റെ കഥ.
കേട്ട് കാണില്ല. എന്താ കഥ? ഈ മുനികുമാരനെ ജീവിതത്തിന്റെ രഹസ്യങ്ങളും തേടി യമന്റെ അടുത്ത് പോകുന്നതായിട്ടാ. യമനോ? അതെന്താ സാധനം? യമൻ എന്നാൽ കാലൻ. എന്താ ടിൻഡുവും കാലനെ കാണാൻ പോവുകയാണോ? അവനതിന്റെ ആവശ്യമില്ല. ചേട്ടൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ. ഓ, അവന്റെ ഒരു തമാശ. അതവിടെ നിക്കട്ടെ. അവന് ജോലിക്ക് പോണെന്ന് പറയുന്നു. അതെന്തിനാ? അല്ല, ആദ്യം അവൻ സന്യസിക്കാൻ പോണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കില്ലെന്ന്. അപ്പോ അവൻ പറയാ അവന് സ്കൂളിൽ പോവാതെ ഏതെങ്കിലും ഒരു ജോലി ചെയ്താൽ മതിയെന്ന്. ബാലവേല ചെയ്താലേ അച്ഛനെയും അമ്മേനെയും പോലീസ് തൂക്കിയെടുത്ത് ജീപ്പിലിടും. ശരിയാ, ഇപ്പൊ പത്രത്തിൽ ഓരോ വാർത്ത കേൾക്കുമ്പോഴേ പേടിയാവുക. അല്ല, അവൻ എന്ത് ജോലിയായി ചെയ്യാൻ പോണത്? അവന് ശരീരം അനങ്ങിയ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ലത്രേ. അവന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പറ്റിയൊരു പണി അവൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടത്രേ. ദാ വരുന്നുണ്ട്, ചോദിച്ചോ. ഞാനിനി സ്കൂളിൽ പോകുന്നില്ല. അതെന്താടാ? ജോലി ചെയ്യാൻ പോകുന്നു. UKG വരെ പഠിച്ചത് എനിക്ക് എന്ത് ജോലി കിട്ടാനടാ? LKG ഗേൾസിനെ ട്യൂഷൻ എടുക്കാൻ. ദേ, നിങ്ങൾ കണ്ടില്ലേ, ടിൻറ്റു കരഞ്ഞോണ്ട് പോന്നു. അല്ല, അവനെന്ത് പറ്റി? അവൻ പറയാ അവന് ഇത്തവണ എല്ലാത്തിനും A+ കിട്ടിയ അവനൊരു ടച്ച് ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ. ടച്ച് ഫോണോ? ഞാൻ പോലും സാധാരണ ഫോണാ ഉപയോഗിക്കുന്നത്. അവനെങ്ങാനും A+ മേടിച്ചാലോ? എന്ത് വന്നാലും ടച്ച് ഫോൺ മേടിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. കൊച്ചു പിള്ളേർക്ക് എന്തിനാടി ഫോൺ? അവന്റെ ഫ്രണ്ട് ദീപുവിന്റെ അച്ഛനില്ലേ, ആ ഗൾഫ് ബാബു, അയാൾ ഇന്ന് അവന് ടച്ച് ഫോൺ വാങ്ങിച്ചു കൊടുക്കുമത്രേ. അതാ ടിൻഡുവിന് ഇത്ര വാശി. അയാളെ ഒന്ന് കാണണം. അയാള് കാരണം ഞാൻ ആ ബുദ്ധിമുട്ടുന്നത്. ആ, എന്തൊക്കെയാ ശശി വിശേഷം? ഓ, ചുമ്മാ ഇറങ്ങിയതാ. ഇവിടെ എന്താ വിശേഷം? ടൗണിൽ പോയിട്ട് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ഞാനേ ഒരു മൊബൈൽ വാങ്ങാൻ ഇറങ്ങിയതാ, അതും ടച്ച്. അതിന് തനിക്കൊന്നാം തരം ഫോൺ ഉണ്ടല്ലോ. അല്ല, എനിക്കല്ല, എന്റെ മോനാ ദീപുവിനെ. കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ മേടിച്ചു കൊടുക്കുന്നതേ അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിള്ളേർ ആഘോഷിക്കട്ടെന്നേ. എന്നിട്ട് എവിടെ തന്റെ മോൻ? അവൻ അവന്റെ ഫോണിന്റെ സ്റ്റൈല് അവന്റെ കൂട്ടുകാരെ കാണിക്കാൻ പോയിരിക്കുവാ. ഞാനൊരു പുതിയ മൊബൈൽ വാങ്ങി. പക്ഷേ മൊബൈൽ ഉപയോഗം തലച്ചോറിനെ സാരമായി ബാധിക്കും എന്ന് കേട്ടു. എന്താ നിന്റെ അഭിപ്രായം? അതിന് മൊബൈൽ ഇല്ലാത്ത ഞാനും തലച്ചോറില്ലാത്ത നീയും എന്തിനാ മരിക്കുന്നേ? അല്ല, ഞായറാഴ്ച ആയിട്ടെന്താ പരിപാടി? പ്രതീക്ഷിട്ടൊന്നുമില്ല. രാവിലെ ജോഗിങ്ങിനൊന്ന് പോണം, പിന്നെ ഡുണ്ടുവിനെയും കൂട്ടി ഒരു ഔട്ടിങ്, പിന്നെ ലഞ്ച്, അല്ലറ ചില്ലറ ഷോപ്പിംഗ്, അത്രേ ഉള്ളൂ. ദൈവമേ, ഇതിനൊക്കെ കാശ് എവിടുന്നാടാ? കാശൊക്കെ അവളെടുത്തോളും. അവളുടെ അപ്പനെ പൂത്ത കാശാ. വെരി ഗുഡ്, നീ എന്റെ മോൻ തന്നെ. ശരിയാ, അച്ഛനും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് അമ്മ എപ്പോഴും പറയും. ആരോ ഓടിക്കതച്ച് വരുന്നുണ്ട്. അല്ല, അറിഞ്ഞില്ലേ, നമ്മുടെ റപ്പാച്ചേട്ടനെ ഒരു ബൈക്ക് ഇടിച്ചു. ദൈവമേ, പാവം. ഇപ്പൊ എവിടാ? പുള്ളി ഇപ്പോ ഹോസ്പിറ്റൽ ICUല. കഷ്ടം, സമയദോഷം. നീ എന്താടാ കിളവന്മാരെ കൂട്ട് ഇങ്ങനൊക്കെ പറയുന്നേ? സമയദോഷം എന്ന് പറയാൻ എന്താ ഏജ് ലിമിറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല, അതില്ല. എന്നാ പറ, ജ്യോത്സ്യത്തിൽ സാധാരണ പറയുന്ന കാലങ്ങൾ ഏതെല്ലാമാണ്? രാഹുകാലം, ഗുളിക കാലം, പിന്നെ യമകണ്ഠക കാലം. അരേ വാ, നീയാള് കൊള്ളാലോ. പറഞ്ഞു തരാം. രാഹുകാലം എന്നാൽ ചെറുപ്പകാലം, നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ പോലെ ചെറുചെറുക്കുള്ള കാലം. ഗുളിക കാലം എന്നാൽ നമ്മുടെ റപ്പായി ചേട്ടനെ പോലെ ഓരോരോ ഗുളികയും വിഴുങ്ങി നടക്കുന്ന കാലം. അപ്പോ യമകണ്ഠക കാലമോ? നമ്മുടെ അപ്പൂപ്പനെ പോലെ യമനെ കാണാൻ ടൈം നോക്കി നടക്കുന്ന കാലം. മാഷ് വരുന്നു. ഞാൻ നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയ അവബോധമുണ്ടോന്ന് നോക്കട്ടെ. രാഷ്ട്രീയം പറയരുത് മാഷേ. അതാരാ പറഞ്ഞത്? അല്ല, അപ്പുറത്തെ ബാബേട്ടന്റെ ചായക്കടയിൽ ചക്ക പോലെ എഴുതി വെച്ചിട്ടുണ്ട്, രാഷ്ട്രീയം പറയരുത് എന്ന്. അത് ചായക്കടയിൽ എല്ലാ പാർട്ടികളുടെ ആളും വരും, പിന്നെ ചുമ്മാ അതും ഇതും പറഞ്ഞ് വഴക്കാവും. അത് ഒഴിവാക്കാനാ. എന്നാ നമുക്കത് ഒഴിവാക്കിക്കൂടെ മാഷേ? ഏയ്, അത് പറ്റില്ല. എല്ലാവർക്കും അത്യാവശ്യം രാഷ്ട്രീയ അവബോധമൊക്കെ വേണം. ശരിയാ മാഷേ, മാഷ് തുടങ്ങിക്കോ. ടിൻഡു, കേരള രാഷ്ട്രീയത്തെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം?
ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. എന്താടാ മാർച്ച് പാസ്റ്റോ? അല്ല മാഷേ, കേരളത്തിൽ അങ്ങനെ തന്നെയല്ലേ. 5 കൊല്ലം ലെഫ്റ്റ്, 5 കൊല്ലം റൈറ്റ്. ഭയങ്കര ബോറാണെന്നേ ഭരണം. നീ ആള് കൊള്ളാലോ. എന്നാ പറ, കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന 2 വ്യക്തിത്വങ്ങളുടെ പേര് പറ. ജിക്കും ജോപ്പനും. മക്കളെ, ദയവ് ചെയ്ത് ന്യൂസ് ചാനൽ അധികം കാണരുത്. ശരിയാ, ഏത് നേരവും TV നോക്കിയാൽ ഈ അങ്കിൾമാരെയും 2 ആന്റിമാരുടെയും പേര് ഇങ്ങനെ കേൾക്കാം. അതവിടെ നിൽക്കട്ടെ, ഇത് പറ, എന്താണ് ജനപ്രതിനിധി? മന്ത്രി. അതെ, മന്ത്രിമാരെല്ലാം ജനപ്രതിനിധികളാണല്ലോ. എനിക്ക് ആ വാക്കിന്റെ ശരിയായ അർത്ഥം കിട്ടണം. ജനപ്രതിനിധി. ഞാൻ പറയാം. ജനങ്ങളുടെ നിധി കട്ടുമുടിച്ച് പ്രതിയാകുന്ന ആൾ. അച്ഛാ, എത്ര കാലമായി പറയുന്നു നമ്മുടെ TV ഒന്ന് മാറ്റാൻ. ശരിയാ, അതൊന്ന് മാറ്റി വാങ്ങ ശശി. ജാമ്പവാന്റെ കാലത്തെ സാധനമല്ലേ. എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് ഞാൻ വെച്ചിരിക്കുന്നതാ. അത് ശരി, നിന്റെ അച്ഛൻ വാങ്ങിയതാണല്ലേ. പിന്നെ 1984 എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്കൊന്ന് 8 വയസ്സാ. എന്നാ പഴയതങ്ങ് കൊടുത്തേക്ക്, പുതിയൊരെണ്ണം വാങ്ങിയാ മതി. അച്ഛാ, LCD മതി കേട്ടോ. ശരിയാ, അതാ ഇപ്പൊ ഫാഷൻ. എന്താ ഒരു സ്റ്റൈലാ, ആ ചുമരിലേ ചുമ്മാ തൂക്കിയിട്ടേച്ചാ മതി. ശരി, വാങ്ങാം. ഒരു കാര്യം ചെയ്യാം, ഓണ സമയത്ത് വാങ്ങിയാലേ വിലക്കുറവുണ്ടാകൂ. വളരെ ശരിയാ, ഇനി 1 മാസം കൂടി ഇല്ലേ ഓണം വരാൻ. ഇനി എവിടെ നോക്കിയാലും ഏത് പരസ്യത്തിലും ഒരേ ഒരു ബ്രാൻഡ് അംബാസഡറെ കാണൂ. ഞാൻ പറയാം, മാവേലി. കറക്റ്റ്. മിടുക്കൻ. നിനക്ക് മാവേലിയെ കുറിച്ച് എന്തെല്ലാം അറിയാം? ഹിസ് ഫുൾ നെയിം വാസ് മഹാബലി. വളരെ ജനറസ് ആയിരുന്നു. One day Indra got jealous, asked Vamana to dig him right under Padala. ദൈവമേ, ഒന്നും മനസ്സിലായില്ല. വെറുതെയാണോ ഞാൻ ഇവനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തത്? ഈ മാവേലി ഒരു സംഭവമായിരുന്നല്ലേ. ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ പുള്ളിക്കാരൻ വേഷം മാറി ജനങ്ങളുടെ ഇടയിലൂടെ നടക്കുമായിരുന്നു അത്രേ. ഇപ്പോഴത്തെ മന്ത്രിമാർക്ക് അതിന് ധൈര്യം കാണില്ല. അതെന്താ? അബദ്ധത്തിന് ഇങ്ങനെ മേക്കപ്പ് വീണുപോയാൽ പൊതുജനം തിരിച്ചറിയും. പിന്നെ അവറ്റകളുടെ പണ്ടവും പരിപ്പും നാട്ടുകാരെടുത്തോളും. ഞാനാ നിന്റെ പുതിയ ട്യൂഷൻ മാഷ്. പേര് വിജാഗിരി. ഗിരിമാഷ് എന്ന് വിളിച്ചാ മതി. വിജാഗിരിയോ? അതെന്ത് പേരാ മാഷേ? ഒരു വെറൈറ്റി പേരല്ലേ. എല്ലാ ക്രെഡിറ്റും എന്റെ അച്ഛനാ എനിക്ക് പേരിട്ടത്. എന്താ മാഷിന്റെ അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് വിജയൻ, അമ്മയുടെ പേര് ഗിരിജ. 2 പേരുടെയും പേര് മിക്സ് ചെയ്ത് എനിക്ക് ആ പേരിട്ടു. എന്താ, ഇഷ്ടമായോ? പിന്നെ എനിക്കിഷ്ടമായി. ഞാൻ നിനക്ക് കണക്കും സയൻസും എടുക്കും. ഇന്നും നമുക്ക് കണക്ക് പഠിക്കാം. സന്തോഷം. ഞാൻ നിന്റെ കോമൺ സെൻസ് ഒന്ന് പരിശോധിക്കട്ടെ? അത് വേണോ മാഷേ? പിന്നെ അത് നിർബന്ധമാ. ഒരു സിമ്പിൾ കണക്ക് ചോദിക്കാം. ഓക്കെ, ഞാൻ റെഡി. എന്റെ കയ്യിൽ 50 മുട്ടായി ഉണ്ട്. അത് ഞാൻ നിനക്ക് തരുന്നു. എവിടെ? ഇങ്ങത്താ. ഏതാ, നീ ചിന്തിക്കേ. ഞാൻ നിനക്ക് 50 മുട്ടായി തരും. നീ അത് വാങ്ങുന്നു. നീ അതിൽ 10 മുട്ടായി നിന്റെ ഫ്രണ്ടിന് കൊടുക്കണം. പിന്നെ പൊളിക്കും. ഞാൻ വല്ലാതെ കൊടുക്കും. എടാ, ചുമ്മാ കൊഞ്ചാതെ കണക്ക് കൂട്ടാൻ നോക്ക്. ഓക്കെ മാഷേ. മാഷ് എനിക്ക് 50 മിഠായി തരുമല്ലേ? അതിൽ 10 എണ്ണം എന്റെ ഫ്രണ്ട് ദീപുവിന് കൊടുക്കണം. ഞാൻ പിന്നെയും നിനക്ക് 50 മുട്ടായി കൂടെ തരും. എന്തായിരിക്കും നിന്റെ ഉത്തരം? ഞാനൊരു ഉത്തരമേ പറയുള്ളൂ മാഷോട്. താങ്ക് യു വെരി മച്ച്.